ഓർത്ത്, നിനക്ക് തരുന്ന സൗഭാഗ്യത്തെ ഓർത്ത് നീ മടങ്ങി വരണമെന്ന് ഹല്ലേലൂയ നമ്മുടെ ദൈവം സംസാരിച്ചിട്ടുണ്ടോ? ഇവിടെ ദാവീദ് പറയുന്ന കണ്ടോ? ഹല്ലേലൂയ, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. എത്ര പേരിന് നീതിയുണ്ട്, എത്ര പേർ സത്യസന്ധതയുണ്ട്, എത്ര പേർ നേരുണ്ട്. ഹല്ലേലൂയ, ഇന്ന് പകൽ പരിശുദ്ധാത്മ നിറഞ്ഞ വിളിച്ചു പറയുന്നു, നമ്മുടെ നേരും നമ്മുടെ ലംഘനങ്ങളും നമ്മുടെ പാപങ്ങളും ഏറ്റുപറഞ്ഞ് നേരോടെ കർത്താവിന്റെ സന്നിധിയിൽ വരികയാണെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥിതിഗതികളെ മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശദീകരിച്ച് പറയുന്നില്ല. രണ്ടാം വാക്യം, കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവേൻ. ഹല്ലേലൂയ, കിന്നരം കൊണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുവേൻ. 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവേൻ. ഹല്ലേലൂയ, ആമേൻ. കിന്നരം എന്ന് പറഞ്ഞാൽ ഒരു സംഗീത ഉപകരണം എന്നേ അർത്ഥമുള്ള. കിന്നരം എന്ന് പറഞ്ഞാൽ തന്ത്രിവാദ്യമാണ്. ത്രികോണാകൃതിയിലുള്ളതും മരം കൊണ്ടുണ്ടാക്കിയതും ആയ അതിന്റെ ഒരു സാധാരണ രൂപം, കൈകൊണ്ടോ കമ്പി കൊണ്ടോ ഉണ്ടാക്കിയതും അതിനെ വായിക്കുന്നതുമായ ഒരു ഉപകരണമാണ് കിന്നരം. അതിൽ എന്നാൽ മണ്ണിൽ നിന്നെടുത്ത മനുഷ്യ ശരീരത്തിൽ തന്നിരിക്കുന്ന അവയവം നിങ്ങൾക്കുണ്ട്. അത് നമ്മുടെ 10 വിരലുകളാണ്. ബൈബിൾ പറയുന്നത് കണ്ടോ? കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാട്ടുവീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകളെ അടിച്ച് അവന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ, അവന് മഹത്വം കൊടുക്കണം, അവനോട് ചേർന്ന് ആരാധിക്കണം എന്ന് പാടിയ പാട്ടുകളെല്ലാം കണ്ടോ? കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ സാന്നിധ്യം പകരുന്നതാണ്. ആമേൻ, ആമേൻ. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരു 3 ഞായറാഴ്ചക്ക് മുമ്പ് അതിവിടെ ദേവദാസൻ ആരാധന നടത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ പാട്ടൊക്കെ പാടി ആരാധിക്കുമ്പോൾ മനസ്സിൽ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവദാസൻ അവരെയൊക്കെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്നെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായി. 10 സെക്കൻഡ് കഴിയുന്ന മുമ്പേ ദേവദാസൻ പറഞ്ഞു, എല്ലാവരും വരി വരിയായി വരുവീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് ഞാൻ എടുത്ത സങ്കീർത്തനം ദേവദാസനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചത്. ഇതിന് കാരണം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറഞ്ഞ തുളുമ്പി ഇതിനകത്ത് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, 10 കമ്പിയുള്ള കിന്നരം കൊണ്ട് ദൈവത്തെ നിങ്ങൾ കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥിതിയെ മാറ്റാൻ പറ്റും. നമ്മൾ വിചാരിക്കും മനുഷ്യൻ മാത്രമാണ് പാടുന്നത് എന്ന്. യെശയ്യാ 55:12 ബൈബിൾ പറയുന്നു, പർവ്വതങ്ങൾ പാടുന്നുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം 65:13 പറയുന്നു, താഴ്വരകൾ പാടുന്നുണ്ട്. ദിനവൃത്താന്ത പുസ്തകം 16:33 ഹല്ലേലൂയ, വൃക്ഷങ്ങൾ പാടുന്നു. ഹല്ലേലൂയ, അങ്ങ് അനേകർ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷികൾ പാടുന്നു, മനുഷ്യർ പാടുന്നതേയില്ല. ആമേൻ, ഹല്ലേലൂയ. ദൈവം ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ പാട്ടും നമ്മുടെ ആരാധനയും നമ്മുടെ സ്തുതിയും സ്തോത്രവും ഇവിടെ നമ്മുടെ ചർച്ചിലൊക്കെ നിങ്ങളെ ആരും കുറ്റം പറയും, നീ കുറ്റം പറയാനൊന്നും എനിക്ക് പറ്റില്ല, ഞാൻ അങ്ങനെ പറയുന്ന ഒരാളുമല്ല. ഒരു വ്യക്തി പ്രാർത്ഥിക്കപ്പെടുമ്പോൾ നമ്മൾ സ്തോത്രം സ്തുതിയും പറഞ്ഞിരിക്കണം. വായി കൊണ്ട് നിങ്ങൾ പറയണം. നിങ്ങളിങ്ങനെ ഇരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സ്തുതിയും സ്തോത്രം ഉയരുമ്പോഴാണ് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഇങ്ങനെ യഥാർത്ഥത്തിൽ ദൈവം ആണ് നമ്മെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ആരാണ്? ദൈവം തന്റെ വലം കരം കൊണ്ട് നമ്മെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ തട്ടിക്കളഞ്ഞിട്ട് പോകാം. ദൈവമാണ് നമ്മെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളെ ലംഘനം പാപവും ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തുമ്പോൾ ദൈവം തന്റെ കൈകൾ അയച്ച് അവൻ തന്റെ പിടി നമ്മളിൽ നിന്ന് വിട്ടു. ഹല്ലേലൂയ. നീതിയിൽ വസിക്കുന്ന ദൈവം നമ്മെ പിടിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ പാപം ചെയ്യുകയാണെങ്കിൽ ദൈവം തന്റെ കൈ അയച്ച് അവൻ നമ്മെ കയ്യിൽ നിന്ന് വിട്ടിരിക്കും. ഹല്ലേലൂയ. പക്ഷെ ഇതെപ്പോഴാണ് അറിയുന്നത് എന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, കൈകൾ അടിച്ച് മഹത്വപ്പെടുന്ന വിവരിക്കുന്നില്ല. ഹല്ലേലൂയ. അവിടെ സങ്കീർത്തനം 33:7 വാക്യം വളരെ വേഗത്തിൽ ഞാൻ ഇരിപ്പാൻ താല്പര്യപ്പെടുകയാണ്. അവൻ എന്ന് പറഞ്ഞാൽ ദൈവം. ഹല്ലേലൂയ. സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്ന അവൻ ആഴികളെ 2000 ഗൃഹങ്ങളിൽ സംഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവം സമുദ്രത്തിലെ വെള്ളത്തെ ഹല്ലേലൂയ അവൻ കൂമ്പാരമാക്കി. നിങ്ങൾ കടലിലൊക്കെ പോയാൽ കണ്ടോ, അതിശക്തിയോടെ ആൾക്കാരൊക്കെ പറയുന്നത് 7ാമത്തെ തിരയാണ് ഏറ്റവും വലിയ തിരയെന്ന്. എത്ര ശക്തിയേറിയ തിരകൾ അടിച്ച് മടങ്ങി വന്നാലും
ദൈവം ആ മണൽ കൂമ്പ പഞ്ചസാര തനി മണൽ കൊണ്ട് കടലിനെ അതിട്ട് സൂക്ഷിക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ അതിന്റെ ശക്തി കുറഞ്ഞ് അത് പതുക്കെ ഒഴുകിയിട്ട് തിരിച്ച് റിട്ടേൺ പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം, ആ വന്ന സ്പീഡിലല്ല അത് കടന്നു പോകുന്നത്, വളരെ സാവധാനത്തിൽ. കാരണം എന്തെന്നറിയാമോ? ദൈവം പറഞ്ഞത് ആ കടൽ അനുസരിക്കുന്നുവെങ്കിൽ മണ്ണായ ശരീരത്തെ ഉണ്ടാക്കി മെനഞ്ഞ നമ്മൾ എത്രമാത്രം ദൈവത്തെ അനുസരിക്കുന്നു. ഹല്ലേലൂയ! അനുസരണമുള്ള മക്കൾ ഭാഗ്യവാന്മാരാണ്. അനുസരണമുള്ളവനെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾ കണ്ടോ, അത് കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപ്പടർപ്പിൽ യിത്രോവിന്റെ മകനായ ഹല്ലേലൂയ കർത്താവ് ഈ മോശ അവിടേക്ക് കടന്നു ചെല്ലപ്പെടുമ്പോൾ ആടുകളെ മെച്ചു വനാന്തരങ്ങളിൽ നടന്ന മോശ ഹല്ലേലൂയ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹല്ലേലൂയ ആ പടർപ്പിനെ കാണുകയാണ്. തന്നെ ഈ കൊച്ചു കണ്ണുകൊണ്ടാണ് കാണുന്നത്. അവൻ ചിന്തിച്ചു, അയ്യോ, ഈ മരം കത്തിക്കൊണ്ടിരിക്കുന്ന കത്തി അമരുന്നത് താഴെ വീഴുന്നതേയില്ല. അവന്റെ കണ്ണുകൾ കൊണ്ട് ദർശിക്കുമ്പോൾ അവന് മനസ്സിലായി ഇതൊരു സാധാരണ കത്തലല്ല, എന്തോ ഒരു പ്രതിഭാസം സംഭവിക്കുന്നു എന്ന് ചോദിച്ചു. മോശ ചോദിക്കും, അങ്ങാരാണ്? നമ്മളോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ മോശ ദൈവത്തോട് ചോദിക്കണം, അങ്ങാരാണ്? ദൈവം കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപ്പിടർപ്പിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കുകയാണ്, ഞാനാകുന്നവൻ, ഞാനാകുന്നു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയുന്ന അങ്ങാരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനാകുന്നവൻ, ഞാനാണെന്ന് പറയുന്ന പോലെ മണ്ണെടുത്ത ശരീരത്തെ ഇത്രത്തോളം സംസാരിക്കാൻ, നടക്കാൻ, ബുദ്ധി തരുവാൻ, ജ്ഞാനം തരുവാൻ, പ്രാഗൽഭ്യം തരുവാൻ ഈ മണ്ണെന്ന ശരീരത്തെ ദൈവം യോഗ്യരാക്കുന്നെങ്കിൽ ഈ സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവ നിങ്ങളുടെ മൺകൂടാരങ്ങളിൽ ദൈവത്തിന്റെ അതിശക്തമായ സാന്നിധ്യത്തിൽ നിറയ്ക്കാൻ യഹോവയ്ക്ക് കഴിയും. അവന്റെ കൈകൾക്ക് കഴിയും, അവന്റെ ഹൃദയത്തിന് കഴിയും, അവന്റെ മനസ്സിന് കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ സമുദ്രത്തിലെ വെള്ളത്തെ ഇങ്ങനെ കൂമ്പാരമാക്കിയിട്ട് അത് വളരെ സാവധാനത്തിൽ ഒഴുക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ നമ്മുടെ നിലവുകളെയും നമ്മുടെ ചിന്തകളെയും മാറ്റിമറിക്കാൻ യഹോവയ്ക്ക് കഴിയും. ഹല്ലേലൂയ! ഒരു കാര്യം കൂടെ വായിച്ച് ഞാൻ ഇരിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ! ആമേൻ. അതിന്റെ 19 ഒന്ന് വായിക്കാമോ? 33-ാം സങ്കീർത്തനം. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ! ആമേൻ. ഹല്ലേലൂയ! അവരുടെ പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണൻ. നമ്മുടെ പ്രാണൻ രക്തത്തിൽ ഇരിക്കുന്നു എന്നൊക്കെ ബൈബിൾ പറയപ്പെടുന്നു. എന്നാൽ നമ്മുടെ പ്രാണൻ മരണത്തിൽ നിന്ന് വിട്ടിരിക്കുന്നു. ഹല്ലേലൂയ! നമ്മുടെ പ്രാണൻ മരണത്തിൽ നിന്ന് മാത്രം വിടുവിക്കുന്നുണ്ടോ? ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിക്കുന്നു. ക്ഷാമം എന്ന് പറഞ്ഞാൽ കഷ്ടം വരാം, ദാരിദ്ര്യം വരാം, കണ്ണുനീര് വരാം, ആഹാരമില്ലാത്ത അവസ്ഥകൾ വരാം, ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങൾ വരാം, ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത പല ചിന്തകളും നമുക്ക് വരും. ഇതെല്ലാം ക്ഷാമത്തിലേക്കാണ് വരുന്നത്. ആമേൻ. എനിക്കിങ്ങനെ ഒരു കാര്യം, കൊല്ലം ഇരവിപേരൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഹല്ലേലൂയ ഒരു ഭക്തനായ ഒരു കുടുംബം ജീവിച്ചിരുന്നു. ആ കുടുംബം ഹല്ലേലൂയ യേശുവിനെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കുടുംബമാണ്. പക്ഷെ പുറത്തറിഞ്ഞാൽ അവരെ ഉപദ്രവിക്കുമെന്ന് അവർക്ക് നന്നായി അറിയും. പക്ഷെ അവർക്ക് സാധനം വാങ്ങിക്കാൻ റേഷൻ കടയിൽ പോയാൽ പോലും അവർ സാധനം കൊടുക്കത്തില്ല. കാരണം ദൈവത്തെ ആരാധിക്കുന്ന ഒറ്റ കാരണം. മീൻ വാങ്ങിക്കാൻ ചെന്നാൽ അവർ മീൻ അവരാരും കൊടുക്കത്തില്ല. ഇവരെ എല്ലാം ഒറ്റപ്പെടുത്തി. കൊല്ലം ഇരവിപേരൂരിൽ നടന്ന ഒരു കാര്യമാണ്. പക്ഷെ എല്ലാവരും ഒറ്റപ്പെടുത്തി. അവർ രാത്രിയിൽ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി. കർത്താവെ, കഴിക്കാൻ ആഹാരമില്ല, കടയിൽ പൈസ കൊണ്ടായി ചെന്നിട്ടും അവരാരും സാധനം തരുന്നില്ല. എന്ത് ചെയ്യണമെന്ന് കുട്ടികൾ മീനിന് വേണ്ടിയൊക്കെ ഇങ്ങനെ കരയണം. അമ്മ, എത്രയോ ദിവസമായി ആ മീനൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ എന്താണ് ഇങ്ങനെ ആയിരിക്കുന്നത്? ഈ യേശുവിനെ അറിഞ്ഞത് കൊണ്ടാണെന്നൊക്കെ മക്കൾ അമ്മയോടും അപ്പനോടും പിറുപിറുക്കാൻ തുടങ്ങി. അമ്മയും അച്ഛനും കരയാൻ തുടങ്ങി. പിതാവേ, ഈ ദൈവത്തെ ആരാധിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരുന്നത് എന്താണ്? പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടില്ലേ? നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എത്ര സമ്പൽ സമൃദ്ധിയോടെ ജീവിച്ചിട്ടും നമ്മൾ പറയാറില്ല, എന്താണ് കർത്താവേ ഇങ്ങനെയാകുന്നത്? എന്റെ കുടുംബത്തിൽ രോഗം എന്താണ്? എന്റെ കുടുംബത്തിൽ മരണഭീതി എന്താണ്? എന്റെ കുടുംബത്തിൽ വേദന എന്താണ്? ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടില്ലേ? കാലത്തിന്റെ യവനിക തീരാൻ പോവുകയാണ്. എന്റെ മകൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അപ്പാ, ഈ കിടക്കുന്ന ഈ വാടക വീട് ഒത്തുകൊണ്ട് മാറ്റാൻ പറ്റാത്തത്
ഈ വിണ്ടുകീറി കിടക്കുന്ന ഈ കുഴിയൊക്കെ എന്താണ് മാറ്റാൻ പറ്റാത്തത്? ഹല്ലേലൂയ. പലപ്പോഴും എന്റെ മകൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എന്റെ ദൈവത്തോട് ചോദിക്കും, അപ്പാ എന്താണ് ഇതിനെല്ലാം ഒരു മാറ്റം വരാത്തത്? നിന്നോട് ചേർന്ന് വർഷങ്ങളായി ഈ വേലയുടെ മുഖത്തിലായിരിക്കുന്നു, എന്താണ് എനിക്കിതൊരു മാറ്റം വരാത്തത്? കണ്ണുനീരിന്റെ അവസ്ഥ എന്താണെന്ന് മാറാത്ത നമ്മൾ പലപ്പോഴും പലരും നമ്മോട് ചോദിച്ചിട്ടില്ലേ? ഹല്ലേലൂയ. ദൈവം പറയുന്നു, നിന്റെ ക്ഷാമത്തെ മാറ്റാൻ, നിന്റെ രോഗങ്ങളെ മാറ്റാൻ, നിന്റെ സ്ഥിതിഗതികളെ മാറ്റാൻ ദൈവം നിനക്കായി ഒരു ദിവസം കാത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ സ്ഥിതിയെ മാറ്റാൻ എന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം തുറന്നിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നുണ്ടോ, നമ്മുടെ പ്രാണനെ അവൻ മരണത്തിൽ നിന്ന് വിടുവിക്കും. പക്ഷേ നീ മരണത്തിന്റെ കവാടത്തിലൂടെ ഒരു പക്ഷെ നീ കടന്നു പോയാലും നിന്നെ മരണത്തിന് അവൻ ഏൽപ്പിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മളും മരണവുമായി 4 വിരൽ നീളമേ ഉള്ളൂ. അടുത്തു മരണം നമ്മെ കാത്തിരിക്കപ്പെടുമ്പോഴും ആരെയും മരണത്തിന് വിട്ടുകൊടുക്കാതെ അവൻ നമ്മെ ചേർത്ത് പിടിക്കും. ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മരണദൂതൻ ഇതുവഴി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മരണദൂതൻ ഇതുവഴി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ, നമ്മൾ ആരാധിക്കപ്പെടുമ്പോൾ, നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ മരണദൂതൻ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിന്നെ കാണാത്തത്, നിന്നെ തൊടാത്തത് ദൈവത്തിന്റെ ഔദാര്യമാണ്. നിന്നെ സ്പർശിക്കാത്തത് ദൈവത്തിന്റെ ഔദാര്യമാണ്. നീ ഒരു പടിയിലൂടെ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഒരു പടിയിലൂടെ ഉയർത്തുവാൻ മരണദൂതൻ നിന്നെ തൊടാതെ നിന്റെ നീളമുള്ള അടുത്തുകൂടി ഈ മരണദൂതൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ തൊടാത്തതിന്റെ കാരണം നീ ഒരു പ്രാവശ്യം കൂടി എന്റെ ദൈവത്തോടൊന്നുകൂടി അടുത്തു വരുവാൻ ഈ മരണദൂതൻ നിന്നെ തൊടാതെ കടന്നു പോകുകയാണ്. ഹല്ലേലൂയ. എന്റെ സ്നേഹിതൻ, കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങി. അതിന് ഈ വേദന വന്നു, ആശുപത്രിയിൽ കൊണ്ടുപോയി വണ്ടി കയറ്റി, പെട്ടെന്ന് വേദന വന്നു. ഹല്ലേലൂയ. അദ്ദേഹം വെള്ളം ചോദിച്ചു, വെള്ളം കൊടുത്തു, ജീവൻ പോയി. എത്ര സമയമാണ് ആ വ്യക്തി ആ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്? നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അടുത്തും ദൂരത്തുമായിരിക്കുന്ന എത്രയോ പേർ മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ 4 വിരൽ നീളമുള്ള മരണത്തിനടുത്ത് നമ്മൾ ആയിരിക്കപ്പെടുമ്പോൾ ഈ മരണദൂതൻ നമ്മെ തൊടാതെ ഒരു പടിയും കൂടി നിന്നെ മാറ്റിയതിന്റെ കാരണം നീ എന്റെ കർത്താവിനെ എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് നീ കുറ്റത്തോടെ വേദനയോടെ കണ്ണുനീരില്ലാതെ നീ എവിടെയെങ്കിലും പാകപ്പഴകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ നീ ദൈവത്തോടൊന്നുകൂടി ചേരാനാണ് നിന്റെ ജീവനെ ഒരു പടിയും കൂടെ ദൈവം നീട്ടി തരുന്നത്. അതിന്റെ വാക്കുകളെ ഞാൻ നിർത്താൻ താല്പര്യപ്പെടുമ്പോൾ സഹോദരങ്ങളെ, അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം കണ്ടോ, നിന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിപ്പാനും ജീവനോടെ രക്ഷിപ്പാനും തന്നെ നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ സഹായവും പരിചയമാണ്. യഹോവ നമ്മുടെ സഹായം മാത്രമല്ല, പരിചയം കൂടെ. എപ്പോഴാണോ നീ ഒരു അനർത്ഥത്തിൽ ഇടപെടുന്നത്, ഒരു വേദനയിൽ അകപ്പെടുന്നത്, അവിടെ ദൈവം നിന്റെ പരിചയമായി അവൻ കൂടെ ഇരിക്കാൻ. നമ്മുടെ സഹോദരങ്ങളോ, നമ്മുടെ മാതാപിതാക്കളോ, നമ്മുടെ ഉറ്റ ബന്ധുക്കളോ ആരെങ്കിലും ഒരു മരണത്തിന് വേദനപ്പെട്ട് അത് ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു വലിയ ഓപ്പറേഷൻ വിധേയമാകുമ്പോഴായിരിക്കാം അത് നമ്മുടെ കണ്ണുനീരിലൂടെ നിലവിളിക്ക് മുമ്പിൽ ദൈവം ഒരു പരിചയമായി നമ്മുടെ അരികിലേക്ക് നിഴൽ പോലെ ദൈവം പരിചയമായി വരും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സുരേഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ട്യൂമർ ഉണ്ടായി. ഡോക്ടർ പറഞ്ഞു ഈ ഓപ്പറേഷൻ ചെയ്താൽ ആ വ്യക്തി മരിക്കുമെന്ന് ഡോക്ടർ തന്റെ പേന കൊണ്ട് എഴുതി കൊടുത്തു. അതിൽ ഇതാരോടും അവൻ പറഞ്ഞില്ല. അവൻ എന്നോട് പറഞ്ഞു, എന്റെ ഭാര്യ ഈ ഓപ്പറേഷൻ ചെയ്താൽ മരിക്കുമെന്ന് ഡോക്ടർ തന്റെ പേന കൊണ്ട് എഴുതി കൊടുത്തു. അവൻ എന്നെ രാവിലെ വിളിച്ചു, ഷിബു നീ വാ, നീ വരണം, ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്റെ ഭാര്യ കയറുന്നതിന് മുമ്പ് നീ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നീ വന്നാൽ ഒരു അത്ഭുതം സംഭവിക്കും. ഓടി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ മൂക്കിന് മുകളിലും കണ്ണിന് താഴെയുള്ള വലിയൊരു ട്യൂമർ അവരെന്തോ ശസ്ത്രക്രിയ ചെയ്ത് അത് ആ ട്യൂമർ വലിയ ട്യൂമറിനെ മാറ്റിയിട്ട് ഒരൊറ്റ ഒട്ടിപ്പ് പുറത്ത് ഡോക്ടർ വന്ന് പറഞ്ഞു, സുരേഷ് നിങ്ങളുടെ ഭാര്യ ശൈലജ ജീവനോടെ ഇരിക്കുന്നു. കാരണം ഒരു ഭക്തന്റെ കണ്ണുനീരിന് മുമ്പിൽ, ഒരു ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവം പരിചയം എന്ന പോലെ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരും. അവൻ ഒരു സഹായത്തിനായി നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരും. ഇന്ന് പകൽ എന്റെ വാക്കുകളെ നിർത്താൻ താല്പര്യപ്പെടുമ്പോൾ എന്റെ സ്നേഹിത, എന്റെ സഹോദരങ്ങളെ, അവൻ പ്രാണനെ പോലും പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരു സർവശക്തൻ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ മണ്ണായ നിന്നെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ കല എത്രമാത്രം പരിചയമായി നമ്മോട് ചേർന്നിരിക്കുകയാണ്. ഇന്ന് പകൽ എന്റെ വാക്കുകളെ നിർത്താൻ താല്പര്യപ്പെടുമ്പോൾ
എത്ര പേർക്ക് പറയാൻ പറ്റും? ഹല്ലേലൂയ. അവസാന വാക്യം കണ്ടോ? യഹോവേ ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വെച്ചു. എത്ര പേർക്ക് പറയും, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ പറ്റും, കർത്താവേ ഞാൻ നിങ്കലാണ്, നിന്നിലാണ് ഞാൻ പ്രത്യാശ വെച്ചത്. ഹല്ലേലൂയ. ഇരിക്കുന്നത് കണ്ടോ? ഹല്ലേലൂയ. നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് സത്യസന്ധതയോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ പറ്റും, ഞാൻ പ്രത്യാശയോടെയാണ് ജീവിക്കുന്നത്. എന്റെ ജീവിതത്തിന്റെ ഉലകിൽ എന്റെ കാലുകൊണ്ടോ കൈ കൊണ്ടോ നിലവ് കൊണ്ടോ ചിന്ത കൊണ്ടോ ഓർമ്മ കൊണ്ടോ ഹൃദയം കൊണ്ടോ ഹൃദയ വിചാരം കൊണ്ടോ എന്റെ കണ്ണുകൊണ്ടോ എന്റെ ശബ്ദം കൊണ്ടോ എന്റെ നിലവുകൾ കൊണ്ടോ എന്റെ നോട്ടം കൊണ്ടോ ആരെങ്കിലും ദുഃഖിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ഏതെങ്കിലും തരത്തിൽ പ്രത്യാശയില്ലാത്തൊരു ജീവിതം എന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിതാവേ, ഇന്ന് പകലിൽ പ്രത്യാശയുള്ള ദയ കൊണ്ട് പൂരിതമാകുന്ന ദയ കൊണ്ട് ചുറ്റിക്കൊള്ളുന്ന ഒരു സന്നിധിയിലേക്ക് ഞാൻ മടങ്ങി വരുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ഹല്ലേലൂയ. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യാശയുള്ള ഹല്ലേലൂയ ഒരു നിരൂപണത്തോടെ ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ കൊല്ല 20 പേരോട് നടന്ന സ്ഥലത്ത് ഹല്ലേലൂയ അതുകൂടെ പറഞ്ഞ് ഇരിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഇവരുടെ വീട്ടിന്റെ രാവിലെ ആകുമ്പോൾ അവരുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഇറങ്ങിയിരിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു പരുന്ത് ഹല്ലേലൂയ പലവട്ടം ഇവരുടെ വീട്ടിന്റെ അടുത്തൂടെ ഇങ്ങനെ ചുറ്റി പറക്കും. നടന്ന കാര്യമാണ്. കൊല്ലം 20 പേര് ഹല്ലേലൂയ ചുറ്റി വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. ഇങ്ങനെ ചുറ്റി അവർ പറഞ്ഞ സാക്ഷി ഞാൻ കേട്ടതാണ്. അല്ലെ ഈ പരുന്ത് ഇങ്ങനെ പറക്കും. ഈ പരുന്ത് പറക്കുമ്പോ മക്കളും തള്ളിയും തള്ളിയും നോക്കും. ഈ പരുന്ത് ഇങ്ങനെ പറക്കുകയാണ്. പെട്ടെന്ന് ഹല്ലേലൂയ പരുന്ത് ഹല്ലേലൂയ ഒരു വലിയ മീനുമായി ഇങ്ങനെ പറന്നു വരും. ആൾക്കാർ റോഡിലൂടെയൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഈ പരുന്ത് ഹല്ലേലൂയ മീനുമായി പറന്നു വരികയാണ്. ഇതാരെ ലക്ഷ്യമാക്കി എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തെ ആരാധിക്കുന്ന ഭക്തന്റെ കുടുംബത്തെ ലക്ഷ്യമാക്കി. തലേദിവസം ആ കുഞ്ഞ് പറഞ്ഞില്ല, അപ്പാ മീനൊക്കെ കഴിച്ചിട്ട് എത്രയോ നാളുകളായി. ഈ പരുന്ത് ആകാശത്ത് നിന്ന് പറന്ന് മീനുമായി പറന്നു വരും. ജനം നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഈ പരുന്ത് നേരെ വന്ന് ഈ ഭക്തന്റെ കുടുംബത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഈ പരുന്ത് മീനിനെ കൊണ്ടിട്ടിട്ട് പറന്ന് പൊക്കും. അത് പറഞ്ഞ കാര്യമുണ്ടെന്ന് അറിയാമോ സഹോദരങ്ങളെ? നമ്മൾ കണ്ണിനൂടെ വിതച്ചാൽ, നമ്മൾ കണ്ണുനീരോടെ നിന്നാൽ, നമ്മൾ പ്രത്യാശയോടെ നിന്നാൽ, നമ്മൾ ലക്ഷ്യം തെറ്റാതെ നിന്നാൽ, നമ്മൾ പാപം കൂടാതെ നിന്നാൽ, നമ്മൾ ലംഘനങ്ങളെ മറച്ചു നിന്നാൽ, നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്താണ് ആവശ്യമെന്ന് അറിഞ്ഞ് അവൻ പരിച പോലെ ഒരു നിഴൽ പോലെ നാലുവിട നീലമുള്ള മരണത്തിനടുത്ത് നിൽക്കുന്നത് പോലെ ദൈവം പരിചയായി നിന്ന നിനക്ക് ആവശ്യമുള്ളത് തരാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. പ്രത്യാശയോടെ നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി ദൈവം കാര്യങ്ങളെ ചെയ്യുമെന്ന്. ഈ മൺകൂടാരമായ ഈ ശരീരത്തെ മണ്ണെടുത്ത ഈ ശരീരത്തിൽ കൊണ്ട് ബുദ്ധിയും ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും സത്യസന്ധതയും കാഴ്ചശക്തിയും ഹൃദയ വിചാരങ്ങളും ഓർമ്മകളൊക്കെ ഈ മണ്ണെന്ന ശരീരത്തിൽ തരാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഈ ഉണ്ടാക്കിയവന്റെ അത് പ്രതിഭാസമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അല്ലെങ്കിൽ ഇന്ന് പകൽ പ്രത്യാശയോടെ ആയിരിക്കുന്നവരെ പ്രത്യാശ നിങ്ങൾ അനുഗ്രഹിച്ച് സപ്തവർണ്ണങ്ങൾ കൊണ്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ആ നിത്യ കൊട്ടാരത്തിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്ന സമയം ദേവദാസനും സഭയുടെ ആദരവേറിയ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.